പിന്നെ ലോയി സാറ് ഷൂട്ടിങ്ങിന് 2 ദിവസം മുമ്പ് കഥ പറയാൻ വേണ്ടി എന്നെ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിപ്പിച്ചിരുന്നു. അപ്പം ഞാൻ ടെൻഷനായിട്ടാണ് പോകുന്നത്. കാരണം ഒന്നാമത് ഇദ്ദേഹത്തിൻ്റെ ഇതും രൂപം താടിയൊക്കെ വെച്ചിട്ട് മനുഷ്യന് വലിയൊരാളാണെന്നൊക്കെ അറിയാം. ഷൊർണൂർ ഗസ്റ്റ് ഹൗസ് വലിയ റൂമാണ്, വലിയ റൂമാണ്. അപ്പം അതിലൊരു പുള്ളിയുടെ സ്ഥിരം ഒരു ചാരു കസേര ഉണ്ട് അവിടെ പുള്ളി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം കുറച്ച് വിട്ടിട്ടാണ് അവിടെ ബെഡോ സോഫ എന്തോ ഉള്ളത്. അപ്പം ഞാനവിടെ പോയി ഇങ്ങനെ ഇരുന്നു. സുധീഷേ കഥ പറയാൻ വേണ്ടിയിട്ട് വിളിപ്പിച്ചതാണ്, കേൾക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവത്തിന് ആധാരത്തിൽ ഇതിൽ രമേശ് എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യുന്നത്. അതിൽ എനിക്കൊരു സംഭവം മനസ്സിലായില്ല എന്നുള്ള മനസ്സിലായില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. മാക്സിമം ഞാൻ പിടിച്ചു നോക്കി കേൾക്കാൻ വേണ്ടിയിട്ട്. പതുക്കെ പറയുന്നത് അത് നമ്മൾ പിടിക്കണം, സാധനം ക്യാച്ച് ചെയ്യണം. അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് മനസ്സിലായെന്നല്ലാതെ പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ സീൻ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഓരോ സീൻ എടുക്കുമ്പോഴേ അറിഞ്ഞറിഞ്ഞു പോയതാണ്. പക്ഷെ ഈ അറിവില്ലായ്മ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. അല്ല, അറിഞ്ഞിട്ടും ഞാനെന്ത് ചെയ്യാനാ? അറിഞ്ഞാൽ എനിക്ക് ചെയ്യാനൊന്നും പറ്റൂല. അത് അവിടെ അവര് പറയുന്ന പോലെ ചെയ്യാനേ പറ്റുള്ളൂ.